കാണുമ്പോൾ ഒരു കോലൊക്കെ ഒരു ഏതാണ്ട് സാമ്യമൊക്കെ ഉണ്ടെങ്കിലും സ്വഭാവം, ശൈലി, ഇഷ്ടം ഇതൊക്കെ പലതാ. നമ്മളെ മക്കൾ ഒരേ വാപ്പാടിമ്മാടി മക്കൾ തന്നെ പലതരത്തിലാണെങ്കിൽ രണ്ട് ഉമ്മാടി രണ്ട് വാപ്പാടി മക്കള് കല്യാണം കഴിക്കുമ്പോൾ അവർ തമ്മിൽ എന്ത് ബന്ധമാണ്? ഒരു ഭാര്യയും ഭർത്താവും അവർ ഏതോ ഒരു വാപ്പാടിമ്മാടി മോള് വേറൊരു വാപ്പാടിമ്മാടി മോനും തമ്മിലാണ് യോജിക്കാൻ പോണത്. സ്വാഭാവികമായി ഒരുപാട് വ്യത്യാസം, ഒരുപാട് പ്രശ്നം ഉണ്ടാവും. പക്ഷെ അള്ളാഹ് അങ്ങ് സ്നേഹം ഉള്ളിലോ ഉണ്ടാക്കി അണ്ടി യോജിപ്പിച്ചതാണ് നമ്മളെ ദാമ്പത്യ ജീവിതം. നമ്മുടെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. നമ്മൾ നല്ല ഇണകളായി ജീവിക്കാൻ പഠിക്കണം. നല്ല ഇണകളായി ജീവിക്കാൻ പഠിക്കണം. അതിനുള്ള മാർഗം നമ്മൾ നല്ല ഇണയായി തീരാനുള്ള ഒരൊറ്റ വഴി നമ്മുടെ ഇണയെ സ്നേഹിക്കുക, നമ്മുടെ ഇണയ്ക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, നമ്മുടെ ഇണയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഉത്തരവാദിത്വം നിർവഹിക്കുക. അപ്പം നമ്മൾ നല്ല ഇണയായി തിരിച്ചും കിട്ടും. ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തെ ഇങ്ങനെ പരിരക്ഷിച്ചു കൊണ്ടുപോകണം. അല്ലാത്തവരൊക്കെ പരാജയത്തിലാണ്. ആരാണെങ്കിലും അതിലാരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പം ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് ബഹുമാനം നിലനിർത്തി ഉത്തരവാദിത്വം. ഇസ്ലാം പുരുഷന്മാരോട് പറഞ്ഞു, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നല്ലവർ അവരുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ്. നീ ഭക്ഷിക്കുമ്പോൾ അവളെ ഭക്ഷിക്കണം, നീ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ അവളെ വസ്ത്രം ധരിപ്പിക്കണം. അവളുടെ എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഇസ്ലാം പുരുഷനെ ഏൽപ്പിച്ചു. സ്ത്രീ ഒരു പളുങ്ക പാത്രം പോലെയാണ്. തുടച്ച് വൃത്തിയാക്കിയ വെട്ടിത്തിളങ്ങും. അശ്രദ്ധയിൽ വീണാൽ അത് ഉടഞ്ഞു പോകും. അവളെ പ്രകൃതി അതാണ്. ഇതേപോലെ ഇസ്ലാം സ്ത്രീകളോട് പറഞ്ഞു. ഇവിടെ സ്ത്രീകളോട് ഞാൻ കൂടുതൽ പറയാം. സ്ത്രീകളോട് പറഞ്ഞു, അല്ലാഹു തആല സൃഷ്ടികളുടെ മുന്നിൽ അലങ്കാരം സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചേനെ. അത്രയും ബഹുമാനം ഭർത്താവിനോട് വേണം. ഭർത്താവിൻ്റെ സ്വത്ത് സംരക്ഷിക്കണം, അഭിമാനം സംരക്ഷിക്കണം, ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കണം, ഭർത്താവിനെ വളരെ ഇഷ്ടപ്പെടണം, ഭർത്താവിൻ്റെ പ്രകൃതി അനുസരിച്ച് പെരുമാറണം, ഭർത്താവിനെ സേവിക്കുന്നതിൽ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കണം. അയാളുടെ ന്യൂനതകളെക്കാൾ അയാളുടെ നന്മകളെ കാണാൻ കഴിയണം. തിരിച്ചും വേണം. ഒരു പടി ലീഡർഷിപ്പിൽ പുരുഷനുണ്ട്. രണ്ടാളും ഇണതുണകളെ, ഭാര്യയും ഭർത്താവും ഒന്നുമല്ല. പക്ഷെ ഒരു പടി ലീഡർഷിപ്പിൽ അംഗീകരിച്ചു കൊടുത്താൽ വിജയം വഹിക്കാൻ കഴിയും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇപ്പം ഇന്നാളൊരു സ്ത്രീ പറയാണ്, അയാളെ മോളും മോൻ്റെയും കല്യാണം കഴിഞ്ഞു. മോൻ്റെയും മോളും കല്യാണം കഴിഞ്ഞു. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ സ്ത്രീനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളാ കല്യാണം കഴിഞ്ഞ മരുവനും മരുമകളും, മോൻ്റെ ഭാര്യയും മോളുടെ ഭർത്താവും? അപ്പോൾ പറയാണ്, മോളെ ഭർത്താവ് അവൾക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കൂല, ഓനും ഓൻ്റെ അമ്മയും അവളെങ്ങനെ അടക്കി ഭരിച്ച് ഭയങ്കര പ്രയാസമാണ്. ശരി, അപ്പോൾ അപ്പുറത്ത് പിന്നെ മോൻ്റെ കാര്യം എന്താണ്? ഓനൊരു പൊൺകോൻ തന്നെ. ആ പെണ്ണ് പറഞ്ഞ കേട്ടാണ്. അപ്പം ഇത് രണ്ടും അവരുടെ ഇഷ്ടത്തിനാണ്. മോളെ കാര്യത്തിൽ ഇങ്ങനെയും മോൻ്റെ കാര്യത്തിൽ അങ്ങനെയായി. നോക്കിയേ, അതല്ല നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണേ, നീ നല്ല മിടുക്കി പെണ്ണ് തന്നെ ഓനേറ്റ് അടി കൂടുമ്പോഴാണെന്ന് പറഞ്ഞു കൊടുക്കല്ല വേണ്ടേ. നീ നല്ലതായിട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുക. അപ്പം അതന്നെ അദ്ദേഹം നിനക്കും ബഹുമാനം തരും. നമ്മൾ ആ ഉപദേശമാണ് കൊടുക്കേണ്ടത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, വീട്ടിൽ നമ്മൾ നല്ല ദമ്പതികളായിരിക്കണം. പ്രായമുള്ള ആൾക്കാർ വീട്ടിൽ നമ്മൾ നല്ല ദമ്പതികളായിട്ട് ഇത്തിരി രസവും വികൃതിയും കുസൃതിയും പ്രണയമൊക്കെ വീട്ടിൽ ഉണ്ടാവണം. അപ്പോഴാണ് മക്കൾക്ക് ഇത് നല്ലൊരു കാര്യമായിട്ട് തോന്നുക. അവർ പറയും, ഉമ്മിപ്പം എന്ത് സന്തോഷത്തിലാണ്, അവരിപ്പോഴും പുതിയ കല്യാണം കഴിച്ച ആൾക്കാരെ പോലെ. ചിലർ പറയില്ലേ, അത് മോശം വർത്താനല്ല, ഏറ്റവും നല്ല വർത്താനം. കാരണം അവരുടെ പ്രണയരംഗം ബെഡ്റൂമിൽ മാത്രമല്ല വീട്ടിലും ഉണ്ടാവും. അപ്പോൾ മക്കൾക്ക് എന്ത് തോന്നും, ഉമ്മിപ്പം എന്ത് നല്ല ദമ്പതികളാണ്, 18 വയസ്സായാൽ മതിക്കിട്ട് കെട്ടണം എന്ന് പൂതി വന്നു. അതല്ല, ഉമ്മിപ്പം മോശമാണ് പെരുമാറണമെങ്കിലോ, എനിക്ക് പെണ്ണേ വേണ്ട, എനിക്ക് ചെക്കനെ വേണ്ട എന്ന് മക്കൾ പറയും. വാപ്പ ഉമ്മാനോട് മോശമായിട്ട് പെരുമാറിയാൽ പെൺകുട്ടികൾ പറയും, എനിക്ക് കല്യാണമേ വേണ്ട. ഉമ്മ വാപ്പാനോട് മോശമായി പെരുമാറിയ ഈ പെണ്ണുങ്ങളെ ഞാൻ കെട്ടാനില്ല ഓനും. അതേസമയം ഇവർ നല്ല ജീവിതമാണോ, അല്ലാ 18 വയസ്സിന് ആകുമ്പോഴത്തേക്കും പറയും, കെട്ടിച്ചിതാ എന്ന് പറയും. ഇതാണ് ശരിക്കും വേണ്ടത്. ഇതൊന്നും ദീനിൽ പുറത്തല്ല. നിങ്ങൾ റസൂലുള്ളാഹിനെ ആലോചിച്ച് നോക്കിയേ, സല്ലല്ലാഹു അലൈഹി വസല്ലം.
56-57 വയസ്സുള്ളപ്പോഴാണ് റസൂല് ഭാര്യനേറ്റ് ഓട്ട മത്സരം. നമ്മളെ പള്ളിയിലെ ഖത്തീബട്ടം ഭാര്യനേറ്റ് ഓട്ട മത്സരം നടത്തിയ പള്ളി കമ്മിറ്റി കൂടിയിട്ട് പുറത്താക്കൂലേ? എന്ത് പോക്കിത്തരായി കാണിക്കണം മൊയ്തേര്? ഭാര്യനേറ്റ് ഓട്ട മത്സരം നടത്തി ഒരിക്കലല്ല പലതവണ റസൂല്. അതും ആയിഷാ ബീവിനേറ്റ്. എന്നിട്ട് ആയിഷാ ബീവി ആയിഷുമ്മ പറയാണ് എന്തെന്ന്, ആദ്യമൊക്കെ ഞാൻ ജയിച്ചിരുന്നു, പിന്നെ എനിക്ക് തടി കൂടിയപ്പോൾ ഞാൻ തോറ്റു. ന്യായം പറഞ്ഞതാണ്. പോട്ടെ, സംഗതി നമ്മളെ നബി മുന്നിൽ ഓടിയതാ. പക്ഷേ പലതവണ ഓടിയിരിക്കണേ. അതുകൊണ്ടാണ് ആദ്യം ജയിച്ചിരുന്നു പിന്നെ തോറ്റു. അവര് വീട്ടിൽ വെച്ചിട്ട് ഫാത്തിമ നബി വെള്ളം കുടിക്കുകയാണ്. ആയിഷ ബീവി കുടിച്ചതിൻ്റെ ബാക്കിയാണ് കുടിക്കണത്. അതേ നമ്മളാണെങ്കിൽ അതൊന്ന് 4 വട്ടം കഴുകി അയ്യാൾ. എന്നിട്ട് ഇത് സംഗതി കുടിക്കണമൊക്കെ ഉണ്ടാവും, പക്ഷെ കുട്ടികളെ മുമ്പിൽ പറ്റൂല ചില. പക്ഷെ നബി എന്ത് ചെയ്യുന്നു, ആയിഷ ബീവി കുടിച്ച അതേ പാത്രത്തിലെ ഗ്ലാസ്സിൽ തന്നെ വെള്ളം കുടിക്കുന്നു. കുടിച്ചു എന്ന് മാത്രമല്ല ഹദീസിൽ കാണാൻ കഴിയും എന്തെന്ന്, ആയിഷ ബീവി ഗ്ലാസിന്റെ ഏത് ഭാഗത്താ ചുണ്ടു വെച്ചത് അവിടെ റസൂൽ ചുണ്ടു വെച്ച് കുടിക്കും. കാരണം ഇതൊക്കെ സ്നേഹം ഉണ്ടാവണല്ലേ, സ്നേഹം മനസ്സിണ്ടായ പോലെ അതൊക്കെ പ്രകടിപ്പിക്കണം. ഹദീസിലുള്ളതൊക്കെ പറയാൻ നിങ്ങൾ അത്ഭുതപ്പെടും. ഒരു പാത്രത്തിൽ നിന്ന് 2 പേരും കുളിച്ചിരുന്നു. ഹദീസിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇതൊക്കെ ദാമ്പത്യ ജീവിതം രസകരവും സന്തോഷകരവുമായി വീട്ടിനകത്ത് ഇങ്ങനെ വരുമ്പോഴാണ് മക്കൾക്ക് ഇത് സന്തോഷകരമായി അനുഭവപ്പെടുക. അത് അനുഭവപ്പെടാതെ സ്ത്രീ വിരുദ്ധ നിലപാടുകളും പുരുഷവിരുദ്ധ നിലപാടുകളും വീട്ടിനകത്തുണ്ടായ മക്കൾക്ക് കല്യാണം വേണ്ട എന്ന് അവർ പറയും. അങ്ങനെ വരുമ്പോൾ ആ വീട് സന്തോഷത്തിൻ്റെ രസത്തിൻ്റെ ആനന്ദത്തിൻ്റെ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് കുറേ നേരം വർത്തമാനം പറയുക, അവർ തമാശ പറയുക, ഒന്നിച്ച് യാത്ര ചെയ്യുക, അങ്ങനെ കുടുംബത്തിൽ മറ്റുള്ള രസങ്ങൾ ഉണ്ടാവുക, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒന്നിച്ചിരുന്ന്